ഞാനിപ്പോ എന്റെ വീടൊന്ന് തുറന്നിട്ടണം അല്ല കിടക്കാനേ സ്ഥലം വേണ്ടേ. ഒരു സ്ഥലം വീഡിയോ കൊല്ലം എത്ര വെച്ചിട്ട് കിടക്കുക. അതിദരിദ്രരില്ലാത്ത കേരളം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതൊരു വലിയ സന്തോഷമുള്ള വാർത്തയാണ്, സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ കേരളത്തില് ദരിദ്രരെ ഇല്ലാതെ ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവരും സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചും സന്തോഷമായിട്ടും ജീവിക്കുന്ന ഒരു സ്ഥിതി വരിക വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ അതിദരിദ്രരില്ലാത്ത കേരളത്തിന്റെ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി എല്ലാവരും ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ തേടി ഈ പെരിന്തൽമണ്ണയിലെ ഒരു ദരിദ്രനായ, വീട് ജപ്തിയിലായ, ഒരു രോഗിയായ ഒരു മനുഷ്യൻ ഞങ്ങളെ തേടി വരുന്നത്. ആ മനുഷ്യനിപ്പോ നമ്മോടൊപ്പം ഉണ്ട്. അതായത് സുന്ദരൻ എന്നാണ് പേര്. ഈ കക്കൂത്ത് നായാടിക്കുന്ന് പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിൽ കക്കൂത്ത് നായാടിക്കുന്നിലാണ് അദ്ദേഹത്തിന് നേരത്തെ തലച്ചോറിൽ പഴുപ്പ് വന്നിട്ട് ചികിത്സയുടെ ഭാഗമായി ഇവിടെ ഒരു സഹകരണ ബാങ്കിൽ നിന്നും 3 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. 3.5 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. അപ്പോ ലോൺ അടക്കാൻ അദ്ദേഹത്തിന് അച്ഛനും അമ്മയും ഒക്കെ ഇല്ല, മരിച്ചു പോയതാണ്. കുടുംബമില്ല. കാരണം രോഗാവസ്ഥയിലായ ഒരാളെ ോടൊപ്പം ചിലപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ രോഗാവസ്ഥയിലായി കഴിഞ്ഞപ്പോൾ പിന്നെ കല്യാണം കഴിക്കലും നടന്നില്ല. ഇപ്പൊ ആരുമില്ല. പൂർണ്ണമായും അനാഥനായ, പൂർണ്ണമായും ദരിദ്രനായ, റോഡില്, അതായത് ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കിടക്കുക. സഹതാപം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ നാട്ടുകാരെങ്കിലും അവരുടെ വീടിന്റെ അവിടെ ഒന്ന് കിടക്കാൻ സമ്മതിക്കാം. എത്ര കാലം നടക്കും? സുന്ദരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾക്ക് അതായത് ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് രാത്രി ആശുപത്രിയിലായിരുന്നു. അപ്പോ ഈ അവസ്ഥ, അതായത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. എങ്ങനെയാണ് ഈ കടം വന്നത്? അതുകൂടാതെ ഈ ജപ്തിയിലേക്ക് നീണ്ടത്? അത് കടം എന്ന് പറഞ്ഞാല് ആദ്യം 1 ലക്ഷം എടുത്തു. 1 ലക്ഷം എടുത്ത് പിന്നെ അതൊക്കെ കുറച്ചൊക്കെ അടച്ചിട്ട് പിന്നെ അത് ഒന്ന് കൂട്ടിയെടുത്ത് 2.5 ലക്ഷം ആക്കി എടുത്തു. പിന്നെ അവരിങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ അങ്ങനെ പറയുമ്പോൾ അതും പിന്നെ പുതുക്കാൻ പറയും. അല്ലെങ്കിൽ ഇത് ബാങ്ക് ഇതാകും അങ്ങനെ പറയുമ്പോൾ അപ്പൊ അങ്ങനെ കൂട്ടിയിട്ട് തന്നെ അത് വലിയ പൈസ ഒന്നും കിട്ടിയില്ല. കൂട്ടിയിട്ട് 3 ലക്ഷം ആക്കിയതാണ്. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഏത് ബാങ്കിൽ നിന്നാണ്? അർബൻ ബാങ്ക്, പെരിന്തൽമണ്ണ അർബൻ ബാങ്ക് മെയിൻ ബ്രാഞ്ച്. ഇപ്പൊ നിങ്ങളുടെ ഈ അവസ്ഥ, അതായത് ഇപ്പോ ഈ ജപ്തി നോട്ടീസൊക്കെ പതിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ കാര്യം മറ്റുള്ള ഇപ്പൊ ഇവിടെ നഗരസഭ എല്ലാവരോടും പറഞ്ഞു. ആരിൽ നിന്നും ഒരു സഹായ വാഗ്ദാനം ഉണ്ടായില്ലേ? ഇല്ല. ഇപ്പൊ നമുക്ക് നഗരസഭ ചെയർപേഴ്സൺ ഉണ്ട്, അതുകൂടാതെ മറ്റുള്ള ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ടല്ലോ. അവരൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു? എല്ലാവരും കണ്ടു. ആരും സഹായിച്ചില്ല. എന്താണ് ഇത്? സാധാരണ മറ്റുള്ള ആളുകളെയൊക്കെ സഹായിക്കാനോ ചേർത്ത് പിടിക്കാനോ ഒക്കെ എപ്പോഴും ഉരുമ്പിട്ടിറങ്ങുന്ന ആളുകൾ നിങ്ങളെപ്പോലെ ഒരു നിവൃത്തിയില്ലാത്ത ഒരാളെ സഹായിക്കാത്തത് എന്തായിരിക്കും? എന്താ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ, ഓരോ മനുഷ്യന്മാരെ ഒരേപോലെയാണ്. അതെ, അതാണ് സംഭവം. അതാണ്. പിന്നെ ഇപ്പൊ എന്താ നിങ്ങളുടെ ഈ അസുഖം എന്താണ്? നിങ്ങളുടെ ഈ സൈഡ് തളർന്നതാണ്. അതായത് തലക്ക് പഴുപ്പ് വരെ തല ഓപ്പറേഷൻ ചെയ്തെടുത്താണ്. പിന്നെ ഈ ഓപ്പറേഷന് വേണ്ടിയാണ് പണം. ആ ഓപ്പറേഷൻ അതൊന്ന് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പിരിച്ചതാണ്. പിന്നെ ഞാൻ പിന്നെ ഒരുപാട് ചികിത്സക്ക് പോയി. ഇത് ഇങ്ങനെ സുഖമാവേണ്ട. ഇതിപ്പോ ഈ റോഡ് സൈഡിലൊക്കെ കിടന്ന് കൂടി ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ അങ്ങനെ ഞാനിപ്പോ ഇവിടെ പെരുന്തൽമണ്ണ കോടതി ഉണ്ടല്ലോ, കോടതിയില് അവിടെ വക്കീലന്മാരാണ് ഇപ്പൊ എന്നെ സഹായിക്കണത്. ഇപ്പൊ ചെലവിനൊക്കെ പൈസ തന്നിട്ട് അവരെ സഹായിക്കണത്. അങ്ങനെയാണ്. ഒരു ചെലവില് അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ചെലവിൽ അവിടെ ആരോ പൈസ തരില്ലേ. അവര് നമ്മള് വക്കീലന്മാരാ, പെരുന്തൽമണ്ണ ബാർ അസോസിയേഷന്റെ കോടതിയിലെ വക്കീലന്മാരാണ്. അതൊരു നല്ല കാര്യമാണ്. ഇവിടുത്തെ അഭിഭാഷകരെ അവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തി വലിയൊരു കാര്യമാണ്. കാരണം ഒരു സാധു മനുഷ്യന് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് അഭിഭാഷകര് സഹായിക്കുന്നു. ഈ സഹായവും തുടർന്ന് എത്ര കാലം നിങ്ങൾ മുന്നോട്ട് പോകും? ഇപ്പൊ ഈ ചികിത്സക്കൊക്കെ ആരെങ്കിലും ഒരു കരുതൽ വേണം, അല്ലെങ്കിൽ അവസാനം വന്ന് കിടക്കാൻ ഒരു ഇടം വേണം. അതൊന്നുമില്ല. ഈ വീടൊന്നും തുറന്നിട്ടിയാൽ മതി. അതെ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങള് ഇപ്പോ ഇങ്ങനെയുള്ള ദരിദ്രരായ ആളുകൾ നിവൃത്തിയില്ലെങ്കിൽ ആ പണമൊക്കെ വേണമെങ്കിൽ പല സഹകരണ ബാങ്കുകളും അതൊക്കെ എഴുതി തള്ളുക അല്ലെങ്കിൽ കിഴിവ് കൊടുക്കാവുന്ന സംവിധാനമുണ്ട്. അവരോട് സംസാരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഒരു ടോൾ ഫ്രീ നമ്പർ വിളിച്ചിരുന്നു. അപ്പോ എപ്പോഴും വിളിക്കുമ്പോൾ മറുപടി ഉചിതമായ മറുപടി തരും, കിട്ടുന്ന പറഞ്ഞിരുന്നു. എപ്പോഴും വിളിക്കുമ്പോൾ പറയും നിങ്ങള് കാര്യം ശരിയാക്കുക അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഒരു മറുപടി പിന്നെ പറയില്ല, പിന്നെ ഇങ്ങോട്ട് വിളിക്കില്ല. അപ്പൊ വിളിക്കുമ്പോ നമുക്കൊരു മറുപടി കിട്ടും. നിങ്ങള് കാര്യം അവിടെ പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ് ബാങ്ക് ഒരു പ്രാവശ്യം വിളിച്ചിരുന്നവര് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന്
പക്ഷെ എന്നിട്ടൊന്നും ഇതൊന്നും കിട്ടിയില്ല. ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു, ഇല്ല. മുഖ്യമന്ത്രി ഓഫീസിൽ ബാങ്കിലേക്ക് വിളിച്ചിരുന്നു. അപ്പൊ ആരിഞ്ഞോട് വിളിച്ച് മുഖ്യമന്ത്രിയുടെ പരാതി കൊടുത്തിരുന്നു, നിങ്ങളെ വെച്ചു ബാങ്ക് കൊടുത്തിരുന്നു പറഞ്ഞു. അപ്പൊ പിന്നെ അതിനെ പറ്റി ഇതൊന്നുമില്ല. അങ്ങനെ അതായത് നിങ്ങൾ അതുപോലെ ഇപ്പൊ കളക്ടറെ കണ്ടാലേ അതുകൂടാതെ തന്നെ വേറെ ആരെങ്കിലും ഒക്കെ ഇത് കണ്ടിരുന്നോ? ഇല്ല, കളക്ടറെ കണ്ടിട്ടില്ല. അപ്പൊ ശരിക്കും ഇപ്പൊ ഈ ചികിത്സ ഇപ്പൊ എവിടെയാണ് നിങ്ങൾ ഈ ആശുപത്രിയിലൊക്കെ ഇതുപോലെ ഊരിയിട്ടില്ല, ആശുപത്രിയിൽ കിടന്നത് പോലെയാണ് ഇപ്പൊ എവിടെ? ഇത് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ കിടന്നാണ് ഇന്നലെ. പക്ഷെ കോഴിക്കോടാണ് ഞാൻ ചികിത്സിക്കുന്നത്. കോഴിക്കോട് എന്റെ മരുന്ന് വാങ്ങാൻ പോകും കോഴിക്കോടാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ജീവിച്ചു പോകാനും ഭക്ഷണം കാര്യങ്ങളൊക്കെ അവർ തരുന്നു. പക്ഷെ നിനക്ക് പൈസ അല്ല, അവരോട് പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു വീടൊന്ന് ശരിയാക്കി തരാൻ? അവരോട് പറഞ്ഞു. പക്ഷെ അവിടെ ഒരു 1 ലക്ഷം രൂപ അവർ പിരിച്ചു തരാന്ന് പറഞ്ഞു. അതൊക്കെ പറ്റുള്ളൂ, അത്രയും പറ്റുള്ളൂ. ഒരു പ്രാവശ്യം ചികിത്സക്ക് പോയപ്പോ അവരാണ് ബാംഗ്ലൂർ ചികിത്സ നിമ്മാൻസ് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പൊ അവരാണ് ചികിത്സക്ക് പൈസ തന്നത്. ബാംഗ്ലൂർ അവിടെ പിരിച്ചുകൊണ്ട് പൈസ തന്നാണ്. പിന്നെ ഇപ്പൊ ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപ തരാറുണ്ട്. അത്രേ പറ്റുള്ളൂ. വേറെ നിങ്ങളുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം എനിക്ക് സുഖലായി കുറെ ആൾക്കാർ പിരിച്ചു എടുത്ത. പിന്നെ അത് ഇനി അവരെ ബുദ്ധിമുട്ട്. പിന്നെ ഇപ്പൊ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാനിപ്പോ എന്റെ വീടൊന്ന് തുറന്നു അല്ല കിടക്കാനേ സ്ഥലം വേണ്ടേ? ഒരു സ്ഥലം. വീഡിയോ കൊല്ലം എത്ര വെച്ചിട്ട് കിടക്കുക? ഈ സുന്ദരന്റെ വീടിന്റെ തൊട്ട അയൽവക്കത്തുള്ള ഒരു സ്ത്രീ നമ്മോടൊപ്പം ഉണ്ട്. എന്താ പേര്? സൈഫൻ. അതായത് ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെല്ലാം സഹായിക്കേണ്ടത്. ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥക്ക് ഒരു പരിഹാരം ഉണ്ടാവട്ടെ. എന്താ ചെയ്യുക? ഇതിനൊരു മാർഗം എന്താണ് നിങ്ങൾ? എന്താ ചെയ്യാറുന്നാല് ഓന് ഇടക്ക സമയത്തൊക്കെ കുടിയൊക്കെ ഭക്ഷണത്തിന് വരും. ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാത്തുണ്ട്. പിന്നെ ഇപ്പൊ അവന്റെ പെര നമുക്ക് എടുത്ത് അടച്ചു എടുത്തു കൊടുക്കണം. അവന്റെ പാവം അത്രയാണ്. അതാണ്. അതായത് അതിദരിദ്രമില്ലാത്ത കേരളം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ ഇവിടുത്തെ ഏറ്റവും ദരിദ്രനായ നിസ്സഹായനായ ഒരു വ്യക്തി. തിരുമ്പാനും ഒന്നിനും കഴിയൂല. ഇടക്കൊക്കെ അവർക്ക് ഭക്ഷണത്തിന് ചായക്ക് അങ്ങനത്തെ ചോറിനൊക്കെ വരും. നമ്മൾ കൊടുക്കും. പിന്നെ നമ്മളെ എന്താ ചെയ്യാ, നമുക്ക് അത്ര കൊടുക്കാൻ ഇല്ല. എന്തെങ്കിലുമൊക്കെ പൈസ വന്ന് ചോദിച്ചുമ്പോ നമ്മൾ സഹായിച്ചു മരുന്നിന് പോകാൻ അറിയാണ്ട്. അവന്റെ പേരെ എത്ര പെട്ടെന്ന് നമുക്ക് എടുത്തു കൊടുക്കണം. അതിനെല്ലാവരും കൂടി ചേർന്ന് കണ്ടു. ഒരു പാവപ്പെട്ട ചക്കനാണ്. അതായത് ഇവിടെ അതിദരിദ്രൻ എന്ന് പറയാവുന്ന നിസ്സഹായനായ ഒരു മനുഷ്യൻ. ആരുമില്ല. സഹായിക്കാനൊക്കെ പൂതിയുണ്ട്. പക്ഷെ നമ്മളിപ്പോ സുഖമില്ലാതെ വല്ല പെൻഷനും കിട്ടിയത് അതുകൊണ്ട് നമ്മളയച്ചല്ലേ. എന്താ പേര്? മുഹമ്മദ്. ഞങ്ങളെ വീട്ടുകൾ കൂടി ഒക്കെ ആകുമ്പോ ഞങ്ങള് ഭക്ഷണം കഴിയുന്ന സഹായമൊക്കെ ചെയ്യുന്നു. വേറെ നമ്മളെ കൊണ്ട് നമ്മളും കൂടി പണിയിട്ട് ജീവിക്കുന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരോടും ഈ ആളുകളോടൊക്കെ നിങ്ങൾക്കൊന്ന് ഒരു അഭ്യർത്ഥന രൂപത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ നാട്ടുകാരെന്ന്? ഞങ്ങളിവിടെ കാര്യപ്പെട്ട ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ ചെയ്യാന്ന് പറയുന്നല്ലാതെ വ്യക്തമായ ഒരു മറുപടി ഇല്ല. ഇതൊന്ന് ഈ ലോൺ അടച്ച് അതൊന്ന് ആ വീടൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ കയറി റേഷൻ കിട്ടുന്നുണ്ട്, അത് കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റുമെന്ന് പറയണത്. അതിന് ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ചിലപ്പോ ചിലരൊക്കെ വരാന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇനി അധികം കാലാവധി ഇല്ലല്ലോ ഇതിന്. 1 മാസത്തിന്റെ ഉള്ളിലല്ലേ. ഈ മാസം 29-ാം തീയതി. അപ്പോ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞങ്ങള് അറിയുന്ന എല്ലാവരോടും ഞങ്ങൾ പറയലുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുക്കാൻ, നമ്മളെ കൊണ്ട് കഴിയുന്ന കുറച്ച് രൂപയാണെങ്കിലും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. നാട്ടുകാര് ഞങ്ങൾ അവർക്ക് സുഖമില്ലാത്ത ആദ്യം എല്ലാവരും പിരിവെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സ നടത്തിയാണ്. അതിനുശേഷമാണ് ഇങ്ങനെ എണീറ്റ് നടക്കാൻ തുടങ്ങിയത്. മറ്റേ എണീറ്റ് നടക്കാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടക്കുകയാണ്. അതിനുശേഷം ജോലിക്കൊന്നും പോകാൻ കഴിയാതെ ഇപ്പൊ ജപ്തിയൊക്കെ ആയത്. അധികൃതർ കഞ്ഞി കണ്ട് അവരുടെ വീടിന്നൊക്കെ ജപ്തിയിൽ നിന്ന് മാറ്റി കൊടുത്ത് കയറി കടക്കാനൊരു വാസയോഗ്യമായി കൊടുക്കാന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് സഹകരിക്കുക, എല്ലാവരും ഒന്ന് സഹായിക്കുക. അതൊരു വലിയ പുണ്യമാവും. മാത്രമല്ല ഒരു ചേർത്ത് പിടിക്കൽ, പലരെയും ചേർത്ത് പിടിച്ചിട്ടുള്ളവരല്ലേ നമ്മൾ മലപ്പുറത്തുകാർ. അതുകൂടാതെ കേരളം, ഈ പെരിന്തൽമണ്ണ എത്രയോ പേരെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, എത്രയോ പേർക്ക് സഹായം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഏറ്റവും അർഹനായ ഈ പാവം സുന്ദരൻ ചേട്ടനെ കൂടിയും സഹായിക്കണം. അതാണ് ഞങ്ങൾക്കും അഭ്യർത്ഥിക്കാനുള്ളത്. ആരും കൈവിടരുത് ഈ മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് കൈവിടാൻ തോന്നില്ല. ആരും കൈവിടരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി എല്ലാവർക്കും മുന്നിൽ ഞങ്ങൾ വെക്കുകയാണ്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.